നമസ്കാരം. ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ PV അൻവറിനോടുള്ള കലിപ്പ് തീർത്തിരിക്കുന്നു. കുറെ കാലങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ PV അൻവറിനെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കാൻ വേണ്ടി കച്ചകെട്ടി നടക്കുന്നു. എന്നാൽ പറ്റിയ ഒരു അവസരം വീണ് കിട്ടാത്തതിനാൽ തന്നെയായിരുന്നു പിണറായി വിജയൻ അത്തരം ഒരു പ്രവൃത്തിക്ക് മുതിരാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിലമ്പൂർ മലയോര മേഖലയിൽ ഉള്ള ആദിവാസികളെ ഏതാണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 6 പേരിലധികം ആണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിക്കേണ്ടി വന്നത്. ഈ കഴിഞ്ഞ ദിവസം ആദിവാസി മേഖലയിൽ മാണി എന്ന് പറഞ്ഞ ഒരാൾ കാട്ടാനയുടെ ചവിട്ടേറ്റ് അതിദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു. കാട്ടിനുള്ളിൽ നിന്നും കാട്ടാനയുടെ ചവിട്ടുകൊണ്ട് മാണിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മണിക്കൂറുകളാണ് ചെലവഴിക്കപ്പെടേണ്ടി വന്നത്. ഇത് സർക്കാരിൻ്റെയും ഫോറസ്റ്റ് വിഭാഗത്തിൻ്റെയും എല്ലാം കെടുകാര്യസ്ഥതയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് PV അൻവർ തൻ്റെ DMK മുന്നണി പ്രവർത്തകരുമൊത്ത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നതിനിടയിൽ പൂട്ടിക്കിടന്ന ഫോറസ്റ്റ് ഓഫീസ് DMKയുടെ അണികൾ പൂട്ട് തല്ലിപ്പൊളിച്ച് അകത്ത് കിടന്ന് അതിലെ ഫർണിച്ചർ അടക്കമുള്ള സാധന സാമഗ്രികൾ നശിപ്പിച്ചതിൻ്റെ പേരിലാണ്, പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിൽ സംഘം ചേർന്ന് സമൂഹത്തിൽ കലാപമുണ്ടാക്കുക എന്നിങ്ങനെയുള്ള വകുപ്പുകൾ ചേർത്ത് PV അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെയാണ് PV അൻവറിനെതിരെ ഇത്തരത്തിൽ ഒരു കേസ് പോലീസ് എടുത്തത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് PV അൻവറിനെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് അകത്താക്കുക എന്ന നിർദ്ദേശം പോലീസിന് കൊടുത്തത്. ഉച്ചയോടുകൂടി ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തെങ്കിലും വൈകുന്നേരത്ത് മാത്രമാണ്, അതായത് വൈകുന്നേരത്തോടു കൂടിയാണ് PV അൻവറിന്റെ നിലമ്പൂരുള്ള വസതിക്ക് ചുറ്റും പോലീസ് വലിയ സന്നാഹം തീർത്ത് വളഞ്ഞു നിന്നത്. ഒരു കൊടും കുറ്റവാളിയെയോ അല്ലെങ്കിൽ ഒരു ഗുണ്ടാ നേതാവിനെയോ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്ന വിധത്തിലായിരുന്നു പോലീസിന്റെ സന്നാഹങ്ങൾ അത്രയും. അതായത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂടാതെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള പോലീസുകാരെ എല്ലാം വിന്യസിച്ച് വലിയൊരു സേനാ മുന്നേറ്റം നടത്തുന്നതിന് തുല്യമായി തന്നെയാണ് നിലമ്പൂർ MLA ആയ PV അൻവറിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ ചെന്നത്. എന്നാൽ ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് IPC 335A പ്രകാരം ഒരു നിയമസഭാ സാമാജികനെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് സ്പീക്കറുടെ അനുമതി കൂടിയേ തീരൂ. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് PV അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിന് അത്തരം ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്ന ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകരെ അല്ലെങ്കിൽ നിയമസഭാ സാമാജികരെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്പീക്കറുടെ അനുമതി വേണ്ട എന്നുള്ള നിയമോപദേശം ലഭിച്ചതിന് ശേഷം തന്നെയാണ് രാത്രി 9:30 നിലമ്പൂർ MLAയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് അപ്പോൾ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത്തരം സന്ദർഭങ്ങളിൽ, അതായത് ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ നിയമസഭാ സാമാജികരെയോ മന്ത്രിമാരെയോ അറസ്റ്റ് ചെയ്യുന്നതിന് സ്പീക്കറുടെ അനുമതി വേണമെന്നില്ല. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം അത് സ്പീക്കറെ ബോധ്യപ്പെടുത്തി നിയമാനുസൃതമായ അനുമതി വാങ്ങിയാൽ മതി എന്നുള്ള ഒരു നിയമത്തിന്റെ പഴുതുപയോഗിച്ച് തന്നെയാണ് PV അൻവറെ സ്വവസതിയിൽ നിന്നും ഇന്നലെ രാത്രി 9:30 പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ അറസ്റ്റിനോട് പ്രതികരിച്ചുകൊണ്ട് DMKയുടെ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുന്നുണ്ടായിരുന്നു. പിണറായിസം തുലയട്ടെ, ഇതെന്ത് നീതിയാണ്, ഇതെന്ത് ന്യായമാണ് എന്നാണ് DMKയുടെ പ്രവർത്തകർ അൻവറിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയ പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിയുമായി രംഗത്തെത്തിയത്. PV അൻവറും ഈ അറസ്റ്റിനോട് വളരെ വൈകാരികമായി തന്നെയാണ് പ്രതികരിച്ചത്. ഭരണകൂട തീവ്രതയുടെ, ഭരണകൂട മുസ്ലിം വിരുദ്ധതയുടെ, ഭരണകൂട ന്യൂനപക്ഷ വിരുദ്ധതയുടെ ഏറ്റവും പുതിയ അറസ്റ്റാണ്, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ അറസ്റ്റാണ് PV അൻവറിൻ്റേത് എന്നാണ് PV അൻവർ സൂചിപ്പിച്ചത്. ഞാൻ ഇവിടെ മലപ്പുറത്ത് നീതി നിഷേധിക്കപ്പെട്ട മുസ്ലിമുകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മലയോര കർഷകരായ ക്രൈസ്തവ സമൂഹത്തിനു വേണ്ടിയുമാണ് നിലകൊള്ളുന്നത്. അവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മലയോര കർഷകർക്ക് ആനയും പന്നിയും കുരങ്ങുമെല്ലാം ഇറങ്ങി അവരുടെ സ്വൈര ജീവിതം നശിപ്പിക്കുന്നു, അവരുടെ കൃഷികൾ നശിപ്പിക്കുന്നു. ഇതിനെതിരെ സർക്കാരിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെയാണ് DMK ഫോറസ്റ്റ് മാർച്ച് നടത്തിയതും. ഈ ഫോറസ്റ്റ് മാർച്ചിലാണ് അൻവറിന്റെ അണികൾ ഫോറസ്റ്റ് ഓഫീസർ തല്ലിപ്പൊളിച്ചത്. ഇതാണ് അൻവറിനെതിരെ ഉയർത്തിയിരിക്കുന്ന കേസ്. അങ്ങനെയെങ്കിൽ KM മാണി നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ നിയമസഭ തന്നെ സ്തംഭിച്ചുകൊണ്ട് CPMന്റെ പ്രവർത്തകർ നിയമസഭയിൽ ആന കരിമ്പിൻ കാട്ടിൽ കയറിയതുപോലെ സർവ്വതും ചവിട്ടി വലിച്ച് നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സ്പീക്കറുടെ ഡയസിൽ ചെന്ന് അവിടെയുള്ള കമ്പ്യൂട്ടറും അവിടെ ഉണ്ടായിരുന്ന സ്പീക്കറുടെ ഇരിപ്പിടവും എല്ലാം വലിച്ചെറിയുന്ന കാഴ്ച അന്ന് ലൈവായി തന്നെ മാധ്യമങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടിയാണ് അന്ന് ഇതിനെല്ലാം നേതൃത്വം നൽകിയത്. KT ജലീൽ പോലുള്ള MLAമാരും കൂടെ ഉണ്ടായിരുന്നു. അന്ന് ശിവൻകുട്ടി നിയമസഭയിൽ നടത്തിയ താണ്ഡവത്തിനൊടുവിൽ അദ്ദേഹം തളർന്ന് നിയമസഭയിൽ വീഴുന്ന
കാഴ്ച കൂടി നമ്മൾ കാണുകയുണ്ടായി. അത്രത്തോളം പൊതുമുതൽ നശിപ്പിച്ചിട്ട്, അതായത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് പറയുന്ന നിയമസഭയിൽ പോലും CPM-ന്റെ പ്രവർത്തകർ അഴിഞ്ഞാടി സ്പീക്കറുടെ ഡയസിൽ കയറി കമ്പ്യൂട്ടറും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും നശിപ്പിച്ചിട്ട് പോലും ഇത്തരത്തിൽ ഒരു നടപടികൾ CPM-ന്റെ പ്രവർത്തകർക്കെതിരെ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് പിണറായി വിജയൻ ഇതിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് DMK പ്രവർത്തകർ ചോദിക്കുന്നത്. കേരളത്തിലെ ആബാലവൃദ്ധ ജനങ്ങളും ചോദിക്കുന്നത്. എന്തായാലും PV അൻവറിന്റെ അറസ്റ്റിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നവരെ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്ത് കാര്യം വഴിക്കുള്ളിലാക്കുക അല്ലെങ്കിൽ കൽത്തുറങ്കിൽ അടയ്ക്കുക എന്നുള്ള നയവുമായി മുന്നോട്ട് പോയാൽ പിണറായിസം അധിക നാൾ മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള ഇതര രാഷ്ട്രീയ കക്ഷികൾ പറയുന്നത്. PV അൻവറെ അറസ്റ്റ് ചെയ്തതിന് കൃത്യമായി പിണറായി വിജയൻ മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ DMK പ്രവർത്തകരും പറയുന്നത്. വരുന്ന 2026 പരാജയ ഭീതി കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ നിലമ്പൂർ MLA ആയ PV അൻവറെ അറസ്റ്റ് ചെയ്ത് തന്റെ വൈരാഗ്യം തീർത്തിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കും മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവനായ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഒരേ ഒരു ADGP MR അജിത് കുമാറിനെതിരെയുമെല്ലാം PV അൻവർ അതിനിശിതമായ ഭാഷയിലാണ് വിമർശനങ്ങൾ ഉയർത്തിയിരുന്നത്. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരെയും അൻവർ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൃത്യമായ തെളിവുകൾ മാധ്യമങ്ങളുടെ മുന്നിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കലിപ്പ് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ പറ്റിയ ഒരു അവസരം വന്നപ്പോൾ അൻവറിനെതിരെ പ്രയോഗിച്ചിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും CPM-ഉം പച്ച തൊടാൻ പോകുന്നില്ല. അതുകൊണ്ട് മലയോര കർഷകരെയും മലപ്പുറത്തുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് PV അൻവർ നയിക്കുന്ന ഇത്തരം ജാഥകളും അല്ലെങ്കിൽ ഇത്തരം പ്രക്ഷോഭ പരിപാടികളുമെല്ലാം സർക്കാരിനെതിരെ തിരിയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പൂർവ്വ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് പിണറായി വിജയൻ PV അൻവറിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്, PV അൻവറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുമ്പോൾ അറസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് PV അൻവർ ഇങ്ങനെയാണ്: ഒരുപക്ഷെ എന്നെ ജയിലിൽ വെച്ച് ഇവർ തീർത്ത് കളഞ്ഞേക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും പിണറായി വിജയൻ ഇതിന് കൃത്യമായി മറുപടി പൊതുജനത്തോട് പറയേണ്ടതായി വരും, ഞാൻ പറയിപ്പിക്കും എന്ന് തന്നെയാണ് PV അൻവർ പറഞ്ഞത്. ഭരണകൂട തീവ്രതയ്ക്കെതിരെ തിരിയുന്ന ആളുകളുടെ നാവരിഞ്ഞ് നിശബ്ദരാക്കി അവരെ കൽത്തുറങ്കിൽ അടയ്ക്കാം എന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ പിണറായി വിജയന് തെറ്റിപ്പോയി. ഇത് ഫാസിസ്റ്റ് ഭരണ രീതിയല്ല, ജനാധിപത്യം വാഴുന്ന കേരളമാണ്. പിണറായിസത്തിന് ഇനി അധികം ആയുസ് ഇല്ല എന്ന് തന്നെയാണ് PV അൻവർ പറഞ്ഞത്. എന്തായാലും PV അൻവറിന്റെ അറസ്റ്റിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വന്നിരിക്കുമ്പോൾ പിണറായി വിജയൻ തീർത്തും പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പിണറായി വിജയനും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും മുൻ ADGP ആയിരുന്ന MR അജിത് കുമാറിനെതിരെയുമെല്ലാം നിരന്തര വിമർശനങ്ങൾ ഉയർത്തിയ PV അൻവറിനെ കിട്ടിയ അവസരം വന്നപ്പോൾ പിണറായി വിജയൻ കാത്തിരുന്ന് പൂട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് DMK പ്രവർത്തകരും കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ തന്നെ അഭിപ്രായപ്പെടുന്നത്. ഇനി ഈ അറസ്റ്റിനെ തുടർന്ന് കേരളത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത്, ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ധ്രുവീകരണമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം.